നമസ്കാരം. മഹാരാഷ്ട്രയിലെ NCPയിൽ അധികാര വടംവലിയിൽ ശരത് പവാർ വിഭാഗത്തിന് വലിയ തിരിച്ചടി സംഭവിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വരുന്നത്. യഥാർത്ഥ NCP അജിത് പവാർ നയിക്കുന്ന വിഭാഗമാണ് എന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നു. തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണമടക്കം അടിസ്ഥാനമാക്കിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗികമായ തീരുമാനമുണ്ടായതെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയിരിക്കുന്നു. ഇതോടെ NCPയുടെ പതാകയും അവരുടെ ഔദ്യോഗിക ചിഹ്നമായ ക്ലോക്കും അജിത് പവാർ വിഭാഗത്തിന് തന്നെ ലഭിക്കും. NCP പിളർത്തി കൊണ്ട് ഭരണപക്ഷമായ BJPയുമായി കൈകോർത്ത അജിത് പവാർ വിഭാഗത്തിന് അനുകൂലമായി തന്നെ വിധി ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷകൾ ഇതിനു മുൻപും ഉണ്ടായിരുന്നു. നേരത്തെ ശിവസേനയിലും സമാനമായ ഒരു വിധി തന്നെയാണ് അവിടെ ഉണ്ടായത്. എതിർപക്ഷത്തെ അയോഗ്യരാക്കണമെന്ന ഉദ്ധവ് താക്കറെയുടെ ആവശ്യം തള്ളിയതിന് സമാനമായി തന്നെയാണ് ഇപ്പോൾ മറാത്തയിലെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന NCPയുടെ തലതൊട്ടപ്പൻ ശരത് പവാറിന്റെ ആവശ്യവും ഇലക്ഷൻ കമ്മീഷൻ തള്ളിയിരിക്കുന്നത്. മഹാരാഷ്ട്രയിലെ NCPയിൽ 53 MLA-മാരിൽ 40 പേരും 9 MLC-മാരിൽ 5 പേരും അജിത് പവാറിനൊപ്പമാണ് ഉള്ളത്. ഇതോടുകൂടിയാണ് പാർട്ടിയുടെ ചിഹ്നവും പതാകയും ഉൾപ്പെടെ അജിത് പവാർ വിഭാഗത്തിന് ലഭിച്ചിരിക്കുന്നത്. ശിവസേന കേസിൽ ഷിൻഡെ പക്ഷത്തിനായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്നും അനുകൂല വിധി ഉണ്ടായത്. അതേ തുടർന്ന് അവർക്ക് ചിഹ്നവും പേരും ലഭിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും 6 മാസത്തിനിടയിൽ 10ഓളം ഹിയറിങ്ങുകൾക്ക് ശേഷമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്നും ഏറ്റവും സുപ്രധാന ഈ വിധി ഉണ്ടായിരിക്കുന്നത്. NCP പിളർന്നതോടുകൂടി ശരത് പവാറിനെ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും അജിത് പവാർ നീക്കം ചെയ്തിരുന്നു. അതേസമയം തന്നെ BJP ശിവസേന സഖ്യ സർക്കാരിൽ ചേരുന്നതിന് മുൻപ് താൻ ശരത് പവാറുമായി കൂടിയാലോചനകൾ നടത്തിയിരുന്നു എന്നും അദ്ദേഹം അനുകൂലമായ നിലപാടാണ് തന്നെ അറിയിച്ചതെന്നും അജിത് പവാർ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ വലിയ ഒരു ഊഹാപോഹങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് നരേന്ദ്രമോദിയെ അനുകൂലിക്കുന്ന തരത്തിൽ പലപ്പോഴും ശരത് പവാർ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനൊപ്പം വേദി പങ്കിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ INDA എന്ന പ്രതിപക്ഷ മുന്നണിയിൽ നിൽക്കുന്ന ശരത് പവാർ ഇനി എപ്പോഴാണ് പടിയിറങ്ങി വരിക എന്നുള്ള ഒരു ചോദ്യം കൂടി നിലനിൽക്കുന്നു. നിലവിൽ എന്തായാലും മറാത്ത പവർ ഹൗസ് എന്നറിയപ്പെടുന്ന ശരത് പവാറിന് ഒരു വലിയ തിരിച്ചടി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അവരുടെ ഔദ്യോഗിക പേരും ചിഹ്നവും ഉൾപ്പെടെ നഷ്ടമായിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളം.